വെൽക്കം ടു സെർവിറ്റ് ലൈക്ക് ഷാനി. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് വളരെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ധാബ സ്റ്റൈൽ പൊട്ടാറ്റോ മസാല. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റി കറിയാണ്. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോയാലോ. അപ്പോൾ ആദ്യമായിട്ട് വേണ്ടത് പുഴുങ്ങി വെച്ചിട്ടുള്ള പൊട്ടാറ്റോ ആണ്. വെറുതെ ഉപ്പിട്ടിട്ട് പുഴുങ്ങി വെച്ചിട്ടുള്ള പൊട്ടാറ്റോ ഒരു 3-4 എണ്ണം നമുക്കെടുക്കാം. പിന്നെ വേണ്ടത് ക്യാപ്സിക്കമാണ്. ക്യാപ്സിക്കം ഒരെണ്ണം, ഒരു വലുത് ആണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ സവാള 2 മീഡിയം സൈസ് സവാള. പിന്നെ മല്ലിയില ആവശ്യത്തിന്, അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി 1 ടേബിൾ സ്പൂണ് ചതച്ചത്. പിന്നെ വേണ്ടത് ടൊമാറ്റോ പ്യൂരിയാണ്. ടൊമാറ്റോ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ബോയിൽ ചെയ്തിട്ട് അതിൻ്റെ സ്കിന്ന് കളഞ്ഞ് അടിച്ചെടുത്തതാണ്. ഒരു 3 ടൊമാറ്റോ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ചെറിയ ജീരകം 1 ടീസ്പൂണ്, അതുപോലെ തന്നെ 3-4 ചുവന്ന വറ്റൽമുളക്. പിന്നെ വേണ്ടത് ബേസൻ കടലപ്പൊടി, അത് 1 ടേബിൾ സ്പൂൺ വേണം. പിന്നെ പൊടികളായിട്ട് വേറെ വേണ്ടത് മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണ്, കാശ്മീരി ചില്ലി പൗഡർ 2 ടേബിൾ സ്പൂണ്, പിന്നെ ജീരകത്തിൻ്റെ പൊടി, ചെറിയ ജീരകത്തിൻ്റെ പൊടി 1 ടീസ്പൂണ്, അതുപോലെ തന്നെ ഗരം മസാല 1 ടീസ്പൂണ്. ഇത്രയും പൊടികളാണ് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ളത്. പിന്നെ വേണ്ടത് പശുവിൻ നെയ്യാണ്, അത് 1 ടീസ്പൂണ്. അത് നമ്മൾ ലാസ്റ്റിലേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്കിതിനാവശ്യമുള്ളത്. ഇനി ആദ്യം നമ്മൾ പാൻ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഓയിൽ, സൺഫ്ലവർ ഓയിൽ, വെജിറ്റബിൾ ഓയിലോ എന്ത് യൂസ് ചെയ്യാം, അതൊഴിച്ച് കൊടുത്ത് നമ്മൾ ആ ചെറിയ ജീരകവും വറ്റൽമുളകും ആദ്യം ഇട്ട് കൊടുക്കുക. അതൊന്ന് പൊട്ടി തുടങ്ങിയാൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 ടേബിൾ സ്പൂൺ എടുത്തില്ലേ, അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴണ്ടി കഴിഞ്ഞാൽ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള 2 മീഡിയം സൈസ് അരിഞ്ഞു വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതൊന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ പൊടികളായിട്ടുള്ള മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കുക. കാശ്മീരി ചില്ലി പൗഡർ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നമുക്ക് നോർമൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ, പക്ഷേ ക്വാണ്ടിറ്റി കുറക്കണം എന്ന് മാത്രം. പിന്നെ ജീരകപ്പൊടിയും ചേർക്കാം. പിന്നെ ഞാനിവിടെ പറയാൻ വിട്ടുപോയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസ് കായത്തിൻ്റെ പൊടിയാണ്, അതും കൂടെ ഒരു പിഞ്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. അതിന് ശേഷമാണ് നമ്മൾ ബേസൻ കടലപ്പൊടി ഇട്ട് കൊടുക്കേണ്ടത്. ഈ കടലപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കറികൾക്കൊക്കെ ഒരു തിക്ക് ടെക്സ്ചർ കിട്ടും, തിക്കാവാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള ടൊമാറ്റോ പ്യൂരി അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച ക്യാപ്സിക്കവും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അങ്ങനെ ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുമ്പോൾ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഗരം മസാല പൊടി ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള, കുറച്ച് ഉപ്പിട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് വീണ്ടും ആ മസാലയൊക്കെ ഒന്ന് ഉരുളക്കിഴങ്ങിൽ പിടിക്കുന്ന വിധം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ കറി കാണുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല കളർഫുൾ കറിയാണ്. അപ്പോൾ അത് കഴിക്കാൻ അതിലേറെ ടേസ്റ്റുമാണ്. പിന്നെ നമുക്ക് ആവശ്യത്തിന് മല്ലിയില ചേർത്ത് കൊടുക്കാം. പിന്നെ ഉപ്പ് നിങ്ങൾ ആവശ്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി ഇട്ടത് കൊണ്ട് ഇതിൽ ഓൾറെഡി ആവശ്യത്തിനുണ്ട്. നിങ്ങൾക്കില്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ അവസാനത്തെ ഇൻഗ്രീഡിയൻസ് 1 ടേബിൾ സ്പൂണ് പശുവിൻ നെയ്യ്, അതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സംഭവം അടിപൊളിയായിട്ട് റെഡിയായി കഴിഞ്ഞു. ഇത് നല്ല ചൂടുള്ള ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ തന്നെ റൊട്ടിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് സൈഡ് കറിയാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും നല്ല നാടൻ കറി അതുപോലെ തന്നെ സ്റ്റ്യൂ വെക്കാറുണ്ട് പൊട്ടാറ്റോ യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് കറി തന്നെയാണ്. ഇനിയും ഇതുപോലുള്ള പുതിയ പുതിയ റെസിപ്പീസുമായിട്ടൊക്കെ വരാം. നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിവിടെ പുതിയ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തുന്നതാണ്. ഇതുപോലുള്ള പുതിയ പുതിയ റെസിപ്പീസുമായിട്ട് വരുന്നവരേക്കും ട്രൈ ടു സെർവ് ഇറ്റ് ലൈക്ക് ഷാനി.